നമസ്കാരം, ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വന്ദേമാതരം വിവാദം കത്തുന്നു. സോണിയാഗാന്ധിക്കെതിരെ നിയമ നടപടിക്ക് ബി.ജെ.പി. രാഹുലിനെയും ലക്ഷ്യമിട്ട് നീക്കം. പ്രഖ്യാപിച്ച 10,000 രൂപ ചുവപ്പ് നാടയിൽ കുടുങ്ങി. അടിയന്തര ധനസഹായ വിതരണത്തിൽ വൻ കാലതാമസം. മെസ്സിയുടെ പേരിൽ കോടികളുടെ തട്ടിപ്പ്. GST വെട്ടിപ്പിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം നാളെ മുതൽ. റഷ്യയുടെ സ്റ്റാർലിംഗ് സ്വപ്നത്തിന് യുക്രൈന്റെ മിസൈൽ പ്രഹരം. 900 കിലോമീറ്റർ അകലെ റോക്കറ്റ് നിർമ്മാണ കേന്ദ്രം ആക്രമിച്ചു. ടെലികോം രംഗത്ത് വൻ വിപ്ലവത്തിന് തുടക്കമിടാൻ BSNL. നടത്താൻ പോകുന്നത് 77,000 കോടി രൂപയുടെ കൂറ്റൻ നിക്ഷേപം. വാർത്തകൾ വിശദമായി. AICC ആസ്ഥാനത്തെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിനിടെ ദേശീയ ഗാനാലാപനം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചെന്ന ആരോപണത്തിലാണ് സോണിയാഗാന്ധിക്കെതിരെ നിയമ നടപടിക്ക് BJP ആലോചിക്കുന്നത്. വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കേണ്ടതില്ലെന്ന് രാഹുൽ ഗാന്ധി പറയുന്നതുമായുള്ള ദൃശ്യങ്ങൾ BJP MP നിഷ്കാന്ത് ദുബെ പുറത്തുവിട്ടതോടെ വിവാദം കൂടുതൽ ശക്തമായി. വന്ദേമാതരം വിവാദത്തിൽ സോണിയാഗാന്ധിക്കെതിരെ നിയമ നടപടിക്ക് BJP നീക്കം ശക്തമാക്കി. AICC ആസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷത്തിനിടെ ദേശീയഗാനാലാപനം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചെന്ന ആരോപണത്തിലാണ് സോണിയാഗാന്ധിക്കെതിരെ നിയമ നടപടിക്ക് BJP ആലോചിക്കുന്നത്. സംഭവത്തിൽ സോണിയാഗാന്ധി പരസ്യമായി മാപ്പു പറയണമെന്നും BJP ആവശ്യപ്പെട്ടു. അതേസമയം വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കേണ്ടതില്ലെന്ന് പാർട്ടി നയമാണെന്ന് രാഹുൽ ഗാന്ധി സേവദൾ നേതാവിനോട് പറയുന്നതായുള്ള ദൃശ്യങ്ങൾ BJP MP നിശാന്ത് ദുബെ പുറത്തുവിട്ടു. വിവാദ ചടങ്ങിന് പിന്നാലെയുള്ള സംഭാഷണത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. കാലവർഷക്കെടുതിയിൽ സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായ വിതരണം ചെയ്യുന്നതിൽ കാലതാമസം എടുക്കുന്നു. പ്രഖ്യാപനം വന്ന ആഴ്ചകൾ പിന്നിടുമ്പോഴും ദുരന്തബാധിതരായ ഒരാളുടെ അക്കൗണ്ടിലേക്ക് പോലും പണം എത്തിയിട്ടില്ല. വില്ലേജ് ഓഫീസുകളിൽ നൽകിയ അപേക്ഷകളിൽ മേൽ നടപടികൾ വൈകുന്നതാണ് ധനസഹായം വൈകാൻ കാരണം. വെള്ളമിറങ്ങി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ദുരിതാശ്വാസ ഫയലുകൾക്ക് മാത്രം ചിറകുമുളയ്ക്കുന്നില്ല. അടിയന്തര സഹായമെന്ന് പേരിട്ട് പ്രഖ്യാപിച്ച തുക ചുവപ്പ് നാടയിൽ കുടുങ്ങി ഉദ്യോഗസ്ഥരുടെ മേശപ്പുറത്ത് ഉറങ്ങുകയാണ്. പ്രഖ്യാപനം വന്ന് ആഴ്ചകൾ പിന്നിടുമ്പോഴും ദുരിതബാധിതനായ ഒരാളുടെ അക്കൗണ്ടിലേക്ക് പോലും ആ 10,000 രൂപ എത്തിയിട്ടില്ല. കാലവർഷക്കെടുതിയിൽ സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം വിതരണം ചെയ്യുന്നതിൽ കാലതാമസം എടുക്കുന്നു. വീടുകളിൽ വെള്ളം കയറി ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും അഭയം തേടിയ ആളുകൾക്ക് വീടുകൾ വൃത്തിയാക്കാൻ അനുവദിച്ച 10,000 രൂപ പോലും ലഭിച്ചിട്ടില്ല. റേഷൻ കാർഡ് ഒന്നിന് 10,000 രൂപ വീതം നൽകുമെന്ന ദുരന്ത നിവാരണ വകുപ്പാണ് ഉത്തരവിറക്കിയത്. പ്രഖ്യാപനം വന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ദുരിതബാധിതരിൽ ഒരാൾക്ക് പോലും ഈ തുക ലഭിച്ചില്ലെന്നാണ് പരാതി. അടിയന്തര പ്രാധാന്യത്തോടെ നൽകേണ്ട തുക റവന്യൂ വകുപ്പിന്റെയും ബാങ്കുകളുടെയും സങ്കീർണമായ വെരിഫിക്കേഷൻ നടപടികളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. വില്ലേജ് ഓഫീസുകളിൽ നൽകിയ അപേക്ഷകളിൽ മേൽ നടപടികളിൽ വൈകുന്നതാണ് സഹായധനം വൈകാൻ കാരണമെന്നാണ് വിവരം. വെള്ളപ്പൊക്ക ദുരന്തമുണ്ടായ ഉടൻ തന്നെ സഹായം എത്തിക്കുമെന്ന് പ്രഖ്യാപിച്ച സർക്കാരിന്റെ വാക്കുകൾ വിശ്വസിച്ച പാവപ്പെട്ട മനുഷ്യരാണ് ഇന്ന് കടുത്ത നിരാശയിലായിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് തുക എത്തുമെന്നായിരുന്നു വാഗ്ദാനമെങ്കിലും നടപടികൾ എന്ന് പൂർത്തിയാക്കുമെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. റേഷൻ കാർഡ് ഇല്ലാത്തവരെ പരിഗണിക്കില്ലെന്ന സൂചനയും ആശങ്കയുയർത്തുന്നു. ചെറുകിട ഇടത്തര വാണിജ്യ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾക്കും അംഗീകൃത ഹോം സ്റ്റേകൾക്കും 10,000 രൂപ വീതം അടിയന്തര സഹായമായി നൽകുമെന്നും ഉത്തരവിലുണ്ടായിരുന്നു. ഇത് കടയുടമയ്ക്കാണോ വാടകക്കാരനാണോ ലഭിക്കുകയെന്ന് വ്യക്തമല്ല. വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടുകാരുടെ കാര്യത്തിലും ഈ ആശയക്കുഴപ്പമുണ്ട്. മെസ്സിയെ കേരളത്തിൽ എത്തിക്കുമെന്ന വാഗ്ദാനത്തിന്റെ മറവിൽ നടന്ന കോടികളുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ GST വെട്ടിപ്പിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം നാളെ മുതൽ. ലയണൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലെത്തിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് നടന്ന കോടികളുടെ സേവന നികുതി വെട്ടിപ്പിൽ നിർണായക അന്വേഷണം നാളെ ആരംഭിക്കും. സംഭവത്തിൽ GST നിയോഗിച്ച 5-അംഗ പ്രത്യേക അന്വേഷണ സംഘം നാളെ കാഞ്ഞങ്ങാട്ടെത്തി നേരിട്ട് പരിശോധന നടത്തും. വാഗ്ദാനം നൽകിയ സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി 22.68 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തൽ. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഡെപ്യൂട്ടി കമ്മീഷണർ C. ബ്രിജേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്. 2025 ജൂണിലാണ് ഈ നികുതി വെട്ടിപ്പ് കാഞ്ഞങ്ങാട് GST ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തുന്നത്. തുടർന്ന് കമ്പനിക്ക് 5 തവണ നോട്ടീസ് നൽകിയെങ്കിലും കമ്പനി ഇത് പൂർണ്ണമായും അവഗണിക്കുകയായിരുന്നു. നോട്ടീസ് നൽകിയിട്ടും തുടർ നടപടികൾ വൈകിയതിൽ കാഞ്ഞങ്ങാട് ഇന്റലിജൻസ് ഓഫീസറുടെ മൊഴിയെടുക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. കമ്പനിയുടെ ഫയലുകൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, E-way ബില്ലുകൾ എന്നിവ വിശദമായി പരിശോധിക്കും. കേസിന്റെ പ്രാഥമിക റിപ്പോർട്ട് ബുധനാഴ്ചയോടെ സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുകൂടാതെ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റു തട്ടിപ്പുകളിൽ സർക്കാരിന്റെ പ്രത്യേക അന്വേഷണം
അന്വേഷണവും ഉടനുണ്ടായേക്കും. സാധാരണയായി ഇത്തരം കൂറ്റൻ ബ്രോഡ്കാസ്റ്റിംഗ് ഇവന്റ് മാനേജ്മെന്റ് കരാറുകളിൽ കോടികളുടെ ബിസിനസ് നടക്കുമ്പോൾ അടയ്ക്കേണ്ട സേവന നികുതി വെട്ടിക്കാൻ വ്യാജ ബില്ലുകളോ യഥാർത്ഥ വരുമാനം മറച്ചുവെക്കലോ നടന്നോ എന്നാണ് GST വിഭാഗം പരിശോധിക്കുന്നത്. GST ഇന്റലിജൻസ് പരിശോധിക്കുന്നത് പ്രധാനമായും ഡിജിറ്റൽ ട്രാൻസാക്ഷൻ തെളിവുകളാണ്. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഇ-വേ ബില്ലുകളും ഒത്തുനോക്കുന്നതിലൂടെ മറച്ചുവെച്ച യഥാർത്ഥ ഇടപാട് തുക എത്രയാണെന്ന് കൃത്യമായി പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. ഫിഷറീസ് മന്ത്രി തിരച്ചിൽ ഊർജിതമാക്കുമെന്ന് ഉറപ്പു നൽകിയിട്ടും നടപടികളിൽ കാര്യമായ പുരോഗതിയില്ലെന്നാണ് കുടുംബങ്ങളുടെ പരാതി. രാമേശ്വരം തീരം ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് കൂടി തിരച്ചിൽ വ്യാപിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ജോണിനെയും ഷിജിനെയും കണ്ടെത്താൻ അടിയന്തര നടപടി വേണമെന്ന ആവശ്യവുമായി സർക്കാർ അലംഭാവത്തിനെതിരെ വിമർശനം ശക്തമാവുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ ഇന്ന് 16ാം ദിവസത്തേക്ക്. അഞ്ചുതെങ്ങ് സ്വദേശി ഷിജിനെയും പുല്ലുവിള സ്വദേശി ജോണിനെയും ഇനിയും കണ്ടെത്താനായിട്ടില്ല. അതേസമയം തിരച്ചിൽ മന്ദഗതിയിലാണെന്ന ആക്ഷേപം ശക്തമാവുകയാണ്. വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട് 16 ദിവസം പിന്നിട്ടിട്ടും ഫലപ്രദമായ തെരച്ചിൽ നടക്കുന്നില്ലെന്നാണ് കുടുംബങ്ങളുടെ പരാതി. വലിയ വിമർശനങ്ങൾക്കൊടുവിൽ ഇരു കുടുംബങ്ങളെയും സന്ദർശിച്ച ഫിഷറീസ് വകുപ്പ് മന്ത്രി തിരച്ചിൽ ഊർജിതമാക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ തുടർ നടപടികൾ കാര്യക്ഷമമായി ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. വിഴിഞ്ഞത്തുനിന്ന് കാണാതായ ജോണിനായി തമിഴ്നാട്ടിലെ രാമേശ്വരം തീരത്തും തിരച്ചിൽ നടത്തണമെന്ന കുടുംബത്തിന്റെ ആവശ്യം ഇതുവരെ നടപ്പായിട്ടില്ല. തിരച്ചിൽ ആരംഭിച്ചെന്ന് അറിയിപ്പ് ലഭിച്ചെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് കുടുംബം പറയുന്നത്. മുതലപ്പുഴയിൽ ഷിജിനായുള്ള തിരച്ചിൽ പുഴയിലെ കല്ലുകൾക്കിടയിൽ തുടരുകയാണ്. ഫിഷറീസ് വകുപ്പിനും കോസ്റ്റ് ഗാർഡിനുമൊപ്പം മത്സ്യത്തൊഴിലാളികളും തെരച്ചിലിൽ പങ്കാളികളായിട്ടുണ്ട്. റഷ്യ വികസിപ്പിക്കുന്ന റാസ്വെറ്റ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് പദ്ധതിക്കായി റോക്കറ്റുകൾ നിർമ്മിക്കുന്ന സമാരയിലെ പ്രോഗ്രസ് റോക്കറ്റ് ആൻഡ് സ്പേസ് സെന്ററിലാണ് യുക്രൈൻ ആക്രമണം നടത്തിയതായി അവകാശപ്പെടുന്നത്. യുക്രൈൻ വികസിപ്പിച്ച ഫ്ലെമിംഗോ മിസൈലുകളാണ് ഉപയോഗിച്ചതെന്നും ആക്രമണം യുക്രൈൻ അതിർത്തിയിൽ നിന്ന് 900 കിലോമീറ്റർ അകലെയായിരുന്നുവെന്നും സെലൻസ്കി അറിയിച്ചു. റഷ്യ വികസിപ്പിക്കുന്ന സ്റ്റാർലിങ്ക് ബദൽ ഇന്റർനെറ്റ് പദ്ധതിക്ക് വൻ തിരിച്ചടി. ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനുള്ള റോക്കറ്റുകൾ നിർമ്മിക്കുന്ന സമാരയിലെ പ്രോഗ്രസ് റോക്കറ്റ് ആൻഡ് സ്പേസ് സെന്ററിന് നേരെ യുക്രൈൻ മിസൈൽ ആക്രമണം നടത്തിയതായി പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി അറിയിച്ചു. യുക്രൈൻ അതിർത്തിയിൽ നിന്ന് ഏകദേശം 900 മീറ്റർ അകലെയുള്ള കേന്ദ്രത്തിലാണ് ആക്രമണം നടന്നതെന്നാണ് യുക്രൈന്റെ അവകാശവാദം. യുക്രൈൻ വികസിപ്പിച്ച ഫ്ലെമിഗോ മിസൈലുകളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചതെന്നും സെലൻസ്കി പറഞ്ഞു. റോക്കറ്റ് നിർമ്മാണ കേന്ദ്രത്തിൽ മിസൈൽ പതിച്ചതായി റഷ്യൻ സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ സമാര മേഖലയിലേക്കുണ്ടായ വൻ മിസൈൽ ആക്രമണം വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് പരാജയപ്പെടുത്തിയെന്നാണ് റഷ്യയുടെ വിശദീകരണം. റഷ്യ വികസിപ്പിക്കുന്ന റാസ്വെറ്റ് ഇന്റർനെറ്റ് പദ്ധതിക്കായുള്ള ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന റോക്കറ്റുകളാണ് ഈ കേന്ദ്രത്തിൽ നിർമ്മിക്കുന്നത്. ഇലോൺ മാസ്കിന്റെ സ്റ്റാർലിങ്കിന് സമാനമായ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സംവിധാനമാണ് റാസ്വെറ്റ്. യുക്രൈനിൽ സ്റ്റാർലിങ്ക് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും റഷ്യയിൽ സേവനം ലഭ്യമല്ല. യുദ്ധത്തിൽ സ്റ്റാർലിങ്ക് യുക്രൈൻ സേനയ്ക്ക് ഡ്രോൺ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള സൈനിക പ്രവർത്തനങ്ങളിൽ നിർണായക ആശയവിനിമയം സഹായം നൽകുന്നുണ്ട്. റഷ്യയുടെ ബഹിരാകാശ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള യുക്രൈന്റെ നീക്കങ്ങൾ ശക്തമാകുന്നതിന്റെ സൂചനയായാണ് പുതിയ ആക്രമണം വിലയിരുത്തപ്പെടുന്നത്. ടെലികോം രംഗത്ത് വൻ വിപ്ലവത്തിന് തുടക്കമിടാൻ ഒരുങ്ങി BSNL. 77,000 കോടി രൂപയുടെ കൂറ്റൻ നിക്ഷേപമാണ് ഇന്ത്യയുടെ സ്വന്തം ടെലികോം കമ്പനി നടത്താൻ പോകുന്നത്. ഇന്ത്യയിലെ കോടിക്കണക്കിന് മൊബൈൽ ഉപഭോക്താക്കൾക്ക് ന്യായമായ നിരക്കിൽ ഡിജിറ്റൽ സേവനങ്ങൾ ഉറപ്പാക്കാനുള്ള വലിയൊരു പദ്ധതി കൂടിയാണ് ഇത്. ടെലികോം രംഗത്ത് വൻ വിപ്ലവത്തിന് തിരികൊളുത്തിക്കൊണ്ട് BSNL തങ്ങളുടെ പുതിയ മാസ്റ്റർ പ്ലാൻ പുറത്തുവിട്ടിരിക്കുന്നു. അടുത്ത 5 വർഷത്തിനുള്ളിൽ 77,000 കോടി രൂപയുടെ കൂറ്റൻ നിക്ഷേപമാണ് ഇന്ത്യയുടെ സ്വന്തം ടെലികോം കമ്പനി നടത്താൻ പോകുന്നത്. BSNL തിരിച്ചുവരവിന് മാത്രം തയ്യാറെടുക്കുകയല്ല. സ്വകാര്യ ഭീമന്മാരായ ജിയോയ്ക്കും എയർടെല്ലിനും വോഡഫോൺ ഐഡിയയ്ക്കും വൻ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഇന്ത്യൻ ടെലികോം വിപണിയെ കീഴ്മേൽ മറയ്ക്കാൻ കൂടിയാണ് ഒരുങ്ങുന്നത്. BSNL അടുത്തിടെ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ 5 വർഷത്തെ മൂലധന നിക്ഷേപ നിർദ്ദേശമുള്ളത്. രാജ്യമൊട്ടാകെ പുതിയതായി 2 ലക്ഷം 4G ടവറുകൾ നിർമ്മിക്കുക അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുക. നിലവിൽ 1 ലക്ഷത്തോളം ടവറുകളുടെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കൂടെ 2 ലക്ഷം ടവറുകൾ കൂടി വരുമ്പോൾ രാജ്യത്തിന്റെ 98% പ്രദേശങ്ങളിലും BSNL 4G കവറേജ് എത്തും. ആളുകൾ കൂടുതലുള്ള നഗരങ്ങളിലും തന്ത്രപ്രധാന മേഖലകളിലും അതിവേഗ 5G സർവീസുകൾ എത്തിക്കുക എന്നതാണ് അടുത്ത ലക്ഷ്യം. വിദേശ സാങ്കേതിക വിദ്യകളെ ആശ്രയിക്കാതെ 0 നിന്ന് ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ സാങ്കേതിക വിദ്യ വിന്യസിക്കുക. ഇത് ഇന്ത്യയുടെ ഡിജിറ്റൽ പരമാധികാരത്തിന് വലിയൊരു നാഴികക്കല്ലാണ്. നമ്മൾ ടവറിൽ നിന്ന് കാണുന്ന സിഗ്നൽ മാത്രമല്ല, ആ സിഗ്നലിനെ താങ്ങി നിർത്തുന്ന ബ്ലാക്ക് ആൻഡ് കേബിളുകളും സെർവറുകളും പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്യും. സ്വകാര്യ ടെലികോം കമ്പനികൾ തുടർച്ചയായി പ്ലാൻ നിരക്കുകൾ വർദ്ധിപ്പിക്കുമ്പോൾ വിപണിയിൽ കുറഞ്ഞ നിരക്കിൽ സേവനം നൽകുന്ന BSNL ശക്തമാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ശക്തമായ ഒരു BSNL ഉള്ളിടത്തോളം കാലം മറ്റ് കമ്പനികൾക്ക് തോന്നുംപടി നിരക്കുകൾ കൂട്ടാൻ കഴിയില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ BSNLന്റെ ഈ 77,000 കോടിയുടെ പദ്ധതി കേവലം ഒരു കമ്പനിയുടെ വികസനം മാത്രമല്ല, ഇന്ത്യയിലെ കോടിക്കണക്കിന് മൊബൈൽ ഉപഭോക്താക്കൾക്ക് ന്യായമായ നിരക്കിൽ ഡിജിറ്റൽ സേവനങ്ങൾ ഉറപ്പാക്കാനുള്ള വലിയൊരു പദ്ധതി കൂടിയാണ്.
ശ്രീലങ്കയ്ക്കെതിരായ ഒന്നാം ടെസ്റ്റിൽ 134 പന്തിൽ കന്നി ടെസ്റ്റ് സെഞ്ചുറി നേടിയ ദേവദത്ത് പടിക്കൽ ചരിത്ര നേട്ടം സ്വന്തമാക്കി. ഓഗസ്റ്റ് 15-ന് അന്താരാഷ്ട്ര സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ മാത്രം ഇന്ത്യൻ താരമായി പടിക്കൽ വിരാട് കോഹ്ലിക്കൊപ്പം അപൂർവ പട്ടികയിൽ ഇടം നേടി. ശ്രീലങ്കയ്ക്കെതിരായ ഒന്നാം ടെസ്റ്റിൽ തകർപ്പൻ സെഞ്ചുറിയുമായി ദേവദത്ത് പടിക്കൽ ചരിത്രത്തിൽ ഇടം നേടി. ഓഗസ്റ്റ് 15-ന് അന്താരാഷ്ട്ര സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ മാത്രം ഇന്ത്യൻ താരമെന്ന നേട്ടമാണ് പടിക്കൽ സ്വന്തമാക്കിയത്. ഗാലയിൽ നടന്ന മത്സരത്തിൽ 3-ാം നമ്പറിലിറങ്ങിയ പടിക്കൽ 134 പന്തിനാണ് ടെസ്റ്റ് ക്രിക്കറ്റിലെ കന്നി സെഞ്ചുറി പൂർത്തിയാക്കിയത്. ഒന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ 131 റൺസുമായി താരം പുറത്താകാതെ നിന്നു. 2019-ൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ സ്വാതന്ത്ര്യദിനത്തിൽ ഏകദിന സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലിക്ക് പിന്നാലെയാണിപ്പോൾ പടിക്കലും ഈ അപൂർവ നേട്ടത്തിലെത്തുന്നത്. എന്നാൽ പടിക്കലിന്റെ സെഞ്ചുറിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സ്വാതന്ത്ര്യദിനത്തിൽ ടെസ്റ്റ് സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന ചരിത്ര നേട്ടവും ഇതോടെ പടിക്കലിന് സ്വന്തമായി. സായി സുദർശൻ പരിക്കേറ്റ് പുറത്തായതോടെയാണ് 3-ാം നമ്പറിൽ അവസരം ലഭിച്ചത്. ലഭിച്ച അവസരം പൂർണ്ണമായി മുതലെടുത്ത പടിക്കൽ ശ്രീലങ്കൻ സ്പിന്നാക്രമണത്തെ നേരിട്ട് ഇന്ത്യയെ ഒന്നാം ദിനം 288 റൺസെന്ന ശക്തമായ നിലയിലെത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 21-ാം നൂറ്റാണ്ടിൽ ടെസ്റ്റിൽ 3-ാം നമ്പറിൽ സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ മാത്രം ഇന്ത്യൻ ഇടങ്കയ്യൻ ബാറ്ററെന്ന റെക്കോർഡും ഇതോടെ പടിക്കലിന്റെ പേരിലായി. സൗരവ് ഗാംഗുലിക്ക് പിന്നാലെയാണ് ഈ നേട്ടം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വന്ദേമാതരം വിവാദം കത്തുന്നു. സോണിയാഗാന്ധിക്കെതിരെ നിയമ നടപടിക്ക് BJP. രാഹുലിനെയും ലക്ഷ്യമിട്ട് നീക്കം. പ്രഖ്യാപിച്ച 10,000 രൂപ ചുവപ്പ് നാടയിൽ കുടുങ്ങി. അടിയന്തര ധനസഹായ വിതരണത്തിൽ വൻ കാലതാമസം. മെസ്സിയുടെ പേരിൽ കോടികളുടെ തട്ടിപ്പ്. GST വെട്ടിപ്പിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം നാളെ മുതൽ. റഷ്യയുടെ സ്റ്റാർലിംഗ് സ്വപ്നത്തിന് യുക്രൈന്റെ മിസൈൽ പ്രഹരം. 900 കിലോമീറ്റർ അകലെ റോക്കറ്റ് നിർമ്മാണ കേന്ദ്രം ആക്രമിച്ചു. ടെലികോം രംഗത്ത് വൻ വിപ്ലവത്തിന് തുടക്കമിടാൻ BSNL. നടത്താൻ പോകുന്നത് 77,000 കോടി രൂപയുടെ കൂറ്റൻ നിക്ഷേപം. ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.